do you know what is next program? It's Monarchs Malayalam. Acting reflects imagination, confidence and expression. This Monarchs brings emotions alive on stage. So let's welcome our beloved Haswa into the stage. Now give her a big round of applause. നമസ്കാരം. ദാടാ ഇവിടെ വന്നേ. നിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഒരു മിനിറ്റ്. നിന്റെ റിസൾട്ട് അറിഞ്ഞോ? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. നിന്റെ നോക്കിയോ? ഇല്ല നോക്കിയില്ല. നോക്കാൻ പോവാ. ഒരു മിനിറ്റ്. നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. ഞങ്ങളാ ടൂറിന് പോവാ. എല്ലാവർക്കും എ പ്ലസ്. അയ്യോ അമ്മ ഇതറിഞ്ഞ ഇപ്രാവശ്യം ഞാൻ ഫുൾ എ പ്ലസ് ഇല്ലാതെ നീ വീട്ടിലേക്ക് വന്നാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുന്നിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? ഇപ്രാവശ്യം കാലം മാർക്ക് കുറഞ്ഞ അയ്യോ അച്ഛനറിഞ്ഞ എന്നെ കൊല്ലും. കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ദാ എന്റെ ഈ കാലിന് സട്ടം വെച്ച് പൊള്ളിച്ചു. 3 ദിവസം ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഇവിടെ വരാൻ മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടും? നീ ഈ ലോഹത്തിന്റെ ചൂടൊന്ന് അറിയേ. അയ്യോ എന്നെ ചെയ്യലച്ച. എനിക്ക് പാട്ടിലും മോണാക്സിലൊക്കെ 1ാം സ്ഥാനല്ലേ അച്ഛ. നിർത്തടി. നിന്റെ ഒരു പാട്ട് മോണാക്സും ഫുൾ എ പ്ലസ് അതിൽ കുറഞ്ഞതൊന്നും വാങ്ങി നീ പിന്നെ ഗേറ്റ് കളിക്കരുത് കേട്ടോടി. വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണിക്കിടും, അച്ഛൻ ചട്ടകം വെച്ച് പൊള്ളിക്കും. എന്തായി മോളെ, നിന്റെ റിസൾട്ട് നോക്കിയോ? അത് പോട്ടെ, നിന്റെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണക്സ് ഉണ്ടല്ലോ, എക്സലന്റ്. നീ അതൊന്ന് കാണിച്ചേ. മോണക്സ് അല്ലേ ടീച്ചറെ? ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലഖാധിപൻ, സർവസംഭാര ശക്തിയും കൈമുതലായവൻ. എല്ലാ രാജാക്കന്മാർക്കുമായി നാം ഒരു ഉപദേശം നൽകാം. ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും എത്രയും വേഗം പൂർത്തിയാക്കുകയും അശുഭകരമായ പ്രവൃത്തികൾ കഴിയുന്നത്ര വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലയോ ലങ്കാധിപ? ഇത്രയും ബുദ്ധിയും വിവേകവുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? നാം ലങ്കാലക്ഷ്മി, ലങ്കയുടെ കാവൽക്കാരി. ആരാണു നീ? എന്തിനു വന്നു? കള്ളനാണോ? നിനക്കെത്രയ്ക്ക് ധൈര്യമോ? ഹേ ത്രേതായുഗമേ, ശ്രീരാമ ദൗത്യവുമായി വരുന്നവർക്ക് അവിശ്വസ്മിൽ രതികൊള്ളുമ്പോൾ ഈ ലങ്കാവാസനം അവസാനിപ്പിക്കണമെന്നാണ്. രാവണ, നിന്റെ നാശമെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശമെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ. ഇല്ല ടീച്ചറെ, ഞാൻ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ അവരെന്നെ ഇങ്ങനെ തല്ലുന്നത്. എന്താ ടീച്ചറെ, ഫുൾ എ പ്ലസ് ഇല്ലാത്ത കുട്ടികൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ? നീ ടെൻഷൻ അടിക്കാതെ മോളെ, ഞാൻ നിന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട, ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവാ. എന്നടി എതുക്കടി இந்த மாதிரி சங்கடப்படுற? அழாத உனக்கு நான் இருக்கேன்றி. நீ இங்க சாக்லேட் சாப்பிடு, எல்லாமே சரியாகும். காசൊക്കെ പിന്നെ തന്നാ മതി. അപ്പൊ നാളെ பார்க்கலாம். എനിക്ക് അച്ഛനെ വേണ്ട, അമ്മ വേണ്ട, എനിക്ക് കയറ് മതി. നിങ്ങൾക്കറിയോ, എനിക്കുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ. അത് തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തോളിൽ തട്ടി 2 വാക്ക്. പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാഡമിക് വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വിവിധ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ്
നമുക്കുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.